ഒരു കാര്യം പറയട്ടാ, ആ ബോഡി അവിടെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ആരെങ്കിലും പെട്ടെന്ന് കയറി വന്ന് എന്തോന്ന് ചെയ്യും. അത് ശരിയാണ് അച്ഛാ. എങ്ങനെയും നമുക്ക് ആ ബോഡി ഇവിടെ നിന്ന് മാറ്റണം. ബോഡി മാറ്റാനാ? അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരിയാണ്. പിന്നെ ഇത് കോഴിയല്ല, ഒരു മനുഷ്യൻ ജീവനാണ് അവിടെ കിടക്കുന്നത്. ജീവനാ? ചത്തില്ലേ? ചത്തെങ്കിലും അത് മനുഷ്യനല്ലേ, കൊലപാതകമാണ്. ഇനി അതിന് ഇനി ഉണ്ടായി ബോഡി മാറ്റുന്ന കാര്യം. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കാണൂലേ അച്ഛാ? എന്റെ അച്ഛനോട് പറ മക്കളെ. ശ്രീകുട്ടിയായിട്ടൊന്ന് ആലോചിക്കാം. അവര് പോലീസുകാരിയല്ലേ, വേറെ ഒളിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. എവിടെ കൊണ്ട് ഒളിപ്പിക്കും നമ്മള്? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. നമുക്ക് ചാക്കി കെട്ടി എവിടെയും കൊണ്ട് കളഞ്ഞാലോ? ചാക്കി കെട്ടിട്ട് എന്റെ മോളെ കളയാൻ പറ്റുമോ? വലിയ സാധനമല്ലേ? വലിയ സാധനം. അതൊക്കെ റിസ്ക് അല്ലേ? ഇതിപ്പോ ഒരു കയ്യബദ്ധത്തിൽ ഒരു ആള് മരിച്ചെന്ന് പറയാം. ഇനി അത് ഒളിപ്പിക്കുകയാണെങ്കിലോ അതും കൂടെ വലിയൊരു കുറ്റമാണ്. നീ ന്യൂസ് ഒന്നും കേൾക്കാറില്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനാ അത് എടുക്കാൻ പോയത്? ഇനി അവളെ കുറ്റം പറയാതെ, തന്നെ തന്നെ പൊട്ടിയതല്ലേ അത്. അവളെ കുറ്റം പറയാതെ. കുറ്റം പറഞ്ഞല്ല. പേടിയാണ് മക്കളെ. ജയിലിലൊക്കെ പോകേണ്ടി വരുമോ എനിക്ക്? ജയിലിൽ പോയി സിനിമയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിയാണ് രവിയേട്ട. അവിടെ നീ ജയിലിൽ പോകേണ്ടി വരില്ല. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നമുക്ക്. മറ്റേ ഗോതമ്പുണ്ടൊക്കെ കഴിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഗോതമ്പുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ മണി. ജയിലിലൊക്കെ നല്ല ഫുഡൊക്കെയാണ്. അതൊന്നും പറ്റി ഒന്നും ചിന്തിക്കണ്ട നമുക്ക്. മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടോ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ ജയിലിൽ പോവാതെ? നമുക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട്. കയ്യബദ്ധമാണ് അത്. ആ ശ്രീകുട്ടി ഉള്ളതാണ് പ്രശ്നം. അവര് നിയമം വിട്ട് ഒന്നും കളിക്കത്തില്ല. നിയമം വിട്ട് കളിക്കണ്ട, ശരിക്കും നേരിട്ട് കണ്ടതല്ലേ. അപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നും അല്ല, എനിക്ക് അയാളോട് ഒരു ശത്രുത ഇല്ലെന്നുള്ളത് പറഞ്ഞാ പോരെ. നിന്റെ 1000 വട്ടം ഞാൻ പറഞ്ഞു കളിക്കരുത് കളിക്കരുത് തോക്കരുത്. ഒരു കുറ്റവാളിയുടെ മോളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളെ ആരെങ്കിലും കല്യാണം കഴിക്കും? പിള്ളേരെ ഭാവി എന്തോന്നാവും? മക്കളെ, അഥവാ ജയിലിൽ പോയാലും നിങ്ങൾ നല്ല രീതിയിൽ നടക്കണം കേട്ടാ. രവിയേട്ടാ, എന്നും ജയിലിൽ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണേ, എന്നും പറയണേ. ജയിലൊന്നും പോവില്ല, ഒന്നും മിണ്ടാതിരി അമ്മ. നീ ഇങ്ങനെ നെർവസ് ആവാതെ, ഇങ്ങനെ സംസാരിക്കാതെ. പിള്ളേരെ കല്യാണത്തിനൊക്കെ നീ ഉണ്ടാവും, ഒരു കുഴപ്പം ഉണ്ടാവും. അച്ഛനെ ആശ്വസിപ്പിക്കണം കേട്ടോ. എന്റെ അച്ഛന്റെ തറവാടിന്റെ മാനം ഞാൻ നശിപ്പിച്ചെന്നുള്ള വിഷമം ഉണ്ടാവും. നിങ്ങൾ എല്ലാരും പറഞ്ഞ് ആശ്വസിപ്പിക്കണേ അപ്പൂപ്പനെ. അപ്പൂപ്പനെ നീ പുലിനടം ഒന്നും മിണ്ടി പോരുത്. വീരവാദം പറഞ്ഞിട്ട് ഇപ്പൊ ഒരുത്തന്നെ നെഞ്ചത്ത് വെച്ചാണ് നീ പൊട്ടിച്ചത്. എന്ത് വീരവാദം? അമ്മയെ കുറ്റം പറയല്ലേ? ഇതൊക്കെ ഓർക്കുമ്പോ എനിക്ക് അറിഞ്ഞോണം. എന്ത് രവിയേട്ടന്റെ പറച്ചില് കേട്ടാത്തത് ഞാൻ വേണമെന്ന് വെച്ചാൽ ആരും വെടിവെച്ച് കൊന്നതാണ്. തറവാടും വീടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയതാണ്. അച്ഛ, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് തീരുമാനിക്ക്. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ ഞാനും തയ്യാറല്ല. ഞാനും ഒന്നുമില്ലെങ്കിലേ പുലിനടയിലെ മോളല്ലേ. എത്ര വലിയ ക്രിമിനൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നറിയോ? ഞങ്ങളുടെ ഫാമിലിയിൽ വലിയ ആൾക്കാരുണ്ട്, പുഷ്പം പോലെ ഇറങ്ങി വരും. ഞങ്ങൾക്കുണ്ട് വലിയ ഹോൾഡൊക്കെ. എന്റെ അച്ഛനും മിനിസ്റ്റേഴ്സിനും എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട്, വലിയ ആൾക്കാരൊക്കെ പരിചയമുണ്ട്. എന്റെ അച്ഛൻ വിചാരിച്ച് എന്നെ പുഷ്പം പോലെ സുഖമായിട്ട് ഇറക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആ വഴിക്കൊന്ന് നോക്കണമല്ലോ. ഈ ധാരണയൊക്കെ മാറ്റും മണി. ഒരു ജീവനാണ് പൊലിഞ്ഞു കിടക്കണ അവിടെ. പൊലിനട വീടിന്റെ പാരമ്പര്യവും. എന്റെ വീടിന്റെ കാര്യം പറയുമ്പോ രവിയേട്ടൻ ഇപ്പോഴും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്റെ വീടിനെ പറ്റി പറയുമ്പോഴത്തേക്ക് സുഖം തന്നെയല്ലേ മക്കളെ? അച്ഛ, ഇങ്ങനെ തർക്കിച്ചോണ്ട് നിക്കാതെ എന്തെങ്കിലും പറ. മണിക്കൂട്ടിനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ആലോചിക്കാം. സമയം കളയണ്ട. പറ്റൂല, എങ്ങനെങ്കിലും ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. അയാളുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവും? അയാൾക്ക് കാണില്ലേ ഒരു കുടുംബമൊക്കെ. എനിക്ക് ആ ദാസനെ നല്ല പരിചയമുള്ള ആളാ. ദാസന്റെ അളിയനാണത്. വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാളെ പാവം ചെറുക്കനാണത്. അവിടെ ആ കൂടെ വരുമാനമുള്ളത് ഈ ചെക്കനും ആ ദാസനും മാത്രമാണ്. അവരെ കഞ്ഞൂടി കൊട്ടൂലേ? പാവമൊക്കെ ഞാൻ എവിടെ കൊണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണ്. വീട് വിറ്റിട്ടാണെങ്കിലും അതിന് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണേ. നീ അതൊക്കെ ഓർത്ത് വിഷമിക്കാതെ മണി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ അച്ഛാ. ഞാൻ എന്തു പറയാനാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ മണിക്കൂട്ടെങ്കിലും വിളിക്കാം. എന്നിട്ട് മണിക്കൂട്ടിന്റെ പറഞ്ഞിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മാമനോട് എന്ത് വഴി ഉണ്ടാക്കാൻ? നിങ്ങൾ ഇവിടെ നില്ലേ, ഞാൻ പോയി ചേട്ടനോട് സംസാരിക്കട്ടെ. എന്തോന്ന് മണി? സമാധാനമില്ല എനിക്ക്. മണി, എടി മണി. എന്ത് ചെയ്യും ഈശ്വര? എന്തെങ്കിലും ഒരു ഐഡിയ. കൂട്ടുകാരിയുടെ അച്ഛൻ വീട്ടിൽ ലോയർ അല്ലേ, അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കാം. ഫോണ്